ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ യാത്ര എന്ന് പറയുന്നത് തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലേക്കാണ്. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ യാത്ര ഒരു സ്പെഷ്യലാണ് കേട്ടോ. ഞങ്ങൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഇന്ന് പോയത്. കാരണം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചക്കത്തെ ഫുഡും ഒക്കെ ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെയാണ് കൊണ്ടുവന്നത്. അപ്പോൾ രാവിലെ ഞങ്ങൾ ഇഡലിയും ചമ്മന്തിയൊക്കെ ആയിട്ട് കൊണ്ടുവന്നു, ഉച്ചയ്ക്ക് ഒരു ഇലപ്പൊതിയൊക്കെ ആയിട്ട് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ ഞങ്ങൾ ഇതേ ഫുഡൊക്കെ കഴിച്ച് നേരെ ഞങ്ങൾ തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലെത്തി. ഞാൻ കേട്ടിട്ടുണ്ട് തട്ടേക്കാട് പക്ഷി സങ്കേതം എന്ന്, പക്ഷേ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ വരുന്നത്. അപ്പോൾ വന്നപ്പോൾ തന്നെ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുക്കണം. ഒരാൾക്ക് 60 രൂപ വീതമാണ് ഈടാക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നേരെ കൗണ്ടറിന് അങ്ങോട്ട് ചെന്നു. അപ്പം ഇവിടുത്തെ സ്പെഷ്യാലിറ്റി, ഞങ്ങൾ ഇത്രയും നാൾ ചെന്നതിൽ വെച്ച് ഇവിടെ ഗൂഗിൾ പേ സർവീസ് ഉണ്ട് കേട്ടോ. സാധാരണ സർക്കാരിൻ്റെ സ്ഥാപനങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ ഗൂഗിൾ പേ ഉണ്ടാവുന്നതല്ലായിരിക്കും. എന്തായാലും ഇവിടെ വന്നപ്പം ഗൂഗിൾ പേ ഉണ്ട്. ഞങ്ങളത് എടുത്ത് പറയുകയും ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു ഇതിവിടെ വെറൈറ്റിയാണ്. അപ്പോൾ ഞങ്ങൾ നേരെ ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ ചെല്ലുമ്പോൾ തന്നെ നമ്മളിങ്ങനെ പല ഷെഡുകളിൽ പല കാര്യങ്ങളിങ്ങനെ വെച്ചേക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ഇത് മീനിൻ്റെ ഷേപ്പിലിങ്ങനെ പലക കൊണ്ട് നിർമ്മിച്ചേക്കുന്നതാണ്. അപ്പോൾ അത് കാണാൻ തന്നെ ഒരു വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ. അതെന്താ സംഭവം എന്നൊന്നും എനിക്ക് മനസ്സിലായില്ലായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ ഇറങ്ങി ചെല്ലുമ്പം ഇങ്ങനെ ഇതുപോലെ ചെറിയ ഗാർഡൻ സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് മീനൊക്കെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അതിന് ചുറ്റും ആമയുണ്ട്, തവളയുണ്ട്, അങ്ങനെ ഓരോ രൂപങ്ങളൊക്കെ അവരിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ തന്നെ പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ മീനൊക്കെ അതിനകത്തൂടെ ഇങ്ങനെ ഓടിക്കളിച്ച് നടപ്പുണ്ട്. പിന്നെ ഈ കാണുന്ന മീൻ എന്ന് പറയുന്നത് ഫിഷ് ടാങ്കിനുള്ളിൽ കിടക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ പേരും അതിൻ്റെ ശാസ്ത്രീയ നാമങ്ങളും ഒക്കെ അതിൽ ചുറ്റിനൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ മീനാണ് അതിൻ്റെ ഉള്ളിലുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ താഴെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് അക്വേറിയം പോലെ അതിനകത്ത് ഇട്ടേക്കാണ്. അപ്പോൾ ഒരുപാട് മീനൊന്നും ഇല്ലായിരുന്നു കേട്ടോ. നമ്മുടെ ഇവിടെയൊക്കെ കാണുന്ന പോലത്തെ തന്നെ വെറൈറ്റി തരത്തിലുള്ള അലങ്കാര മത്സ്യങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ എനിക്ക് ഏറ്റവും സ്പെഷ്യലായിട്ട് തോന്നിയൊരു വ്യക്തി ഈ മയിലാണ്. പുള്ളിക്കാരൻ ഇങ്ങനെ ഞങ്ങൾ അടുത്ത് വന്നിട്ടും അനങ്ങാറിങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മയിലിനെയാണ് കേട്ടോ. അപ്പോൾ അടുത്ത കൂട്ടിൽ കണ്ടതാണ് ഇതിനെ. അപ്പോൾ അതിൻ്റെ കാലിനെന്തോ വയ്യായികയുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് പറന്നു പോകാതിരിക്കാൻ വേണ്ടി അവരങ്ങനെ എന്തോ കാല് കെട്ടിയിട്ടേക്കും, അങ്ങനെ എന്തോ പോലെ എനിക്ക് തോന്നി. ഇനി അത് അല്ലാതെ വല്ല ആണോ എന്നറിയത്തില്ല. അപ്പോൾ ഇതൊക്കെ പല കൂട്ടിക്കിടക്കുന്ന പക്ഷികളാണ്. ഈ കിടക്കുന്നത് പെരുമ്പാമ്പാണ് കേട്ടോ. ഞങ്ങൾ കുറേ നേരം നോക്കി കേട്ടോ, ഇത് അനങ്ങുന്നൊന്നും ഇല്ലായിരുന്നു. പിന്നെ തിരിച്ചു വന്ന സമയത്ത് നോക്കിയപ്പോൾ ജസ്റ്റ് അനങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഓല കൊണ്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഒരു വലിയൊരു മൂങ്ങയാണ് സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. അത് നേരിട്ട് കാണാൻ തന്നെ അടിപൊളിയാണ്. നല്ല വലിപ്പത്തിലാണ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം ഞങ്ങൾ ചെല്ലുന്നത് പിള്ളേർക്ക് കളിക്കാനൊക്കെ പറ്റുന്ന പാർക്കിലേക്കാണ് ചെല്ലുന്നത്. അപ്പോൾ പാർക്കിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇങ്ങനെ പുഴ കാണാനായിട്ട് സാധിക്കും. അതിനോട് ചേർന്ന് തന്നെ മലനിരകളും ഉണ്ട്. അപ്പോൾ ഏറുമാടത്തിൻ്റെ മുകളിൽ കയറിയാലാണ് നല്ലതുപോലെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം എനിക്ക് വയ്യായിരുന്നു, എനിക്ക് പനിയായിട്ടൊക്കെ ഇരുന്നത് കൊണ്ട് ഞാൻ മുകളിലേക്കൊന്നും കയറാൻ പോയില്ല. ഞാൻ അവിടെ ഇരുന്നൊരു ഊഞ്ഞാലിരുന്ന് ആടുമായിരുന്നു. അപ്പോൾ ചേച്ചി മുകളിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടായി എനിക്ക് വീഡിയോ എടുത്തു തരാമെന്ന് ഓർത്ത് അതിൻ്റെ മുകളിൽ കയറി എനിക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് തന്നു. ഇവിടെ ബോട്ട് സർവീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം അതിൽ കയറാനായിട്ട് പോകുന്ന ഒരു ഏരിയ ആണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അവിടെ ചെന്നിരുന്നപ്പോൾ നമുക്കൊരു നല്ലൊരു ആംബിയൻസ് ഫീൽ ചെയ്തു. അപ്പോൾ അധികം ആരുമൊന്നും അതവിടെ ബോട്ട് സർവീസ് നടത്തുന്നില്ല. ഞങ്ങൾ എന്ന സമയത്ത് ആരും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്കും കയറാൻ വലിയ താല്പര്യമൊന്നും തോന്നിയില്ല. പിന്നെ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഔഷധ സസ്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ പേരും അതിൻ്റെ ശാസ്ത്രീയ നാമങ്ങളും ഒക്കെ എഴുതി ചെടിയുടെ കൂടെ തന്നെ ബോർഡൊക്കെ വെച്ചാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. ചിലതിനകത്ത് ചെടികളൊന്നും ഇല്ലായിരുന്നു, ഉണങ്ങി പോയ പോലെയൊക്കെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് പിന്നെ ഇനി അവിടെ കാണാനുള്ളത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ആയിരുന്നു കേട്ടോ ഇത്. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. ഇതുപോലെ ഓരോ സാധനങ്ങളൊക്കെ അവർ പക്ഷികളെയും ഓരോ മൃഗങ്ങളെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ തന്നെ പ്രത്യേക ഭംഗിയായിരുന്നു. ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര തണുപ്പ് ഫീൽ ചെയ്യും. ഇതിങ്ങനെ ഇല്ലി കൊണ്ടുണ്ടാക്കി വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഈ ഇരിപ്പിടത്തിനകത്ത് ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു തണുപ്പാണ് ഫീൽ ചെയ്യുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ ഇരുന്നപ്പോൾ. അപ്പോൾ അതിനുശേഷം നമ്മൾ ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് നക്ഷത്രവനവും പൂമ്പാറ്റകളും ഒക്കെ ഉള്ള ഒരു ഗാർഡനിലേക്കാണ് നമ്മൾ ഇറങ്ങി ചെല്ലുന്നത്. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഇത് പറയുന്നത് നക്ഷത്രവനം എന്ന് പറയുന്നത്
നമ്മൾ ജനിക്കുന്ന സമയത്ത് നമുക്ക് ഓരോ നക്ഷത്രങ്ങളുണ്ടല്ലോ, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇത് കേട്ടോ. അപ്പോൾ ഓരോ നാളുകാർക്കും അവരുടെ മരം ഏതാണെന്ന് കാണിക്കുന്നതാണ് ഇത്. അപ്പം എൻ്റെ നാൾ മകയിരമാണ്. അപ്പം എൻ്റെ വൃക്ഷം എന്ന് പറയുന്നത് കരിഞ്ഞാലിയാണ്. അപ്പോൾ ചേച്ചിയുടെ നാളും ഭരണി ആയതുകൊണ്ടും ചേച്ചിയുടെ മരം നെല്ലിയാണ്. അപ്പോൾ ഞങ്ങൾ ഓരോരുത്തരുടെ മരത്തിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു. അപ്പോൾ ഞങ്ങൾ ഈ ചെല്ലുന്നത് ഗാർഡനിലേക്കാണ് കേട്ടോ. ഇവിടെ ഒരുപാട് ബട്ടർഫ്ലൈ ഒക്കെ ഉണ്ടായിരുന്നു, പാറിപ്പറന്നൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ കാണുന്ന തന്നെ ചെടികളൊക്കെയാണ്, പക്ഷെ പൂവിനൊക്കെ വലിപ്പ വ്യത്യാസമുണ്ട്. നല്ല ഭംഗിയുള്ള പൂക്കളായിരുന്നു കേട്ടോ. അപ്പം ഇവിടെ വന്നപ്പോൾ എനിക്ക് ഇച്ചിരി പനി കൂടുതലും കൂടിയോണ്ട് തന്നെ ഞാൻ അവിടെ ഇരിപ്പായി. അപ്പോൾ എനിക്ക് ചേട്ടായും ചേച്ചിയും കൂടെ പോയാണ് ഈ വീഡിയോസൊക്കെ എടുത്ത് തന്നത്. അപ്പോൾ എനിക്ക് കുറേയൊക്കെ കാണാൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വിഷമമുണ്ട്. എന്നാലും സാരമില്ല, വീഡിയോയിൽ കൂടെ എനിക്ക് കാണാൻ പറ്റി. അപ്പോൾ ഇങ്ങനെ കുറച്ച് നല്ലൊരു അന്തരീക്ഷമാണ് ഇതിലെ കൂടെ നടക്കാനൊക്കെ ആയിട്ട്. പിന്നെ ഞങ്ങൾ പോയത് അതിനോട് തന്നെ ഒരു കുറച്ച് 150 മീറ്റർ മാറിയുള്ള പക്ഷി നിരീക്ഷണ പാതയിലാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും പക്ഷികളെ ഒന്നും കാണാനായിട്ട് സാധിക്കില്ല കേട്ടോ. നമുക്ക് അതിന് പറ്റിയ ക്യാമറയോ അല്ലെങ്കിൽ പക്ഷികളെ നിരീക്ഷിക്കാൻ പറ്റുന്ന മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ അവയെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുള്ളൂ. കാരണം ഇത് കൂട്ടിലടക്കപ്പെട്ട പോലെ കാണുന്നതല്ല, അതുങ്ങൾ പാറിപ്പറന്ന് നടക്കുകയാണ്. പിന്നെ കാടിൻ്റെ അന്തരീക്ഷം ആയതുകൊണ്ട് തന്നെ മറ്റ് മൃഗങ്ങളൊക്കെ കാണാൻ തന്നെ സാധ്യതകളുണ്ട്. നമ്മൾ ഉപദ്രവകാരികളായിട്ടൊന്നും അല്ലെങ്കിലും അല്ലാത്ത ടൈപ്പൊക്കെ കാണും. അപ്പോൾ സൈഡിൽ നമുക്ക് ഇലക്ട്രിക് ആയിട്ടുള്ള കറണ്ട് കമ്പിയൊക്കെ കൊടുത്തിട്ടൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ സൂക്ഷിച്ചും കണ്ടുമൊക്കെ വേണം ഇതിലൊക്കെ നടക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. യാത്രകൾ തീർന്നിട്ടില്ല, ഇനിയും നല്ല വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. അതുവരെ ബൈ.